ഇത് രണ്ടും തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ലാക്കോടുകൂടി വന്നിരിക്കുന്ന രണ്ട് പ്രപ്പോസലുകളാണ്. എത്രത്തോളം വിശ്വാസ്യതയുള്ള പദ്ധതിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുമായി ബന്ധപ്പെട്ട് മെട്രോ ശ്രീധരനെ ആരാണ് ചുമതലപ്പെടുത്തിയത്, ഇങ്ങനെയൊരു ലൈനിൻ്റെ DPR ഉണ്ടാക്കാൻ ആരാണ് ചുമതലപ്പെടുത്തിയത്? കേന്ദ്ര ഗവൺമെൻറ്റാണോ, റെയിൽവേ മന്ത്രാലയമാണോ? ചർച്ച ചെയ്യാതെ ഒരു ലൈൻ ഒരു സുപ്രഭാതത്തിൽ പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തോ ദുരൂഹതകളുണ്ടെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കൊടുക്കുന്നിൽ സുരേഷ് MP റിപ്പോർട്ടറിനോടൊപ്പം ചേരുകയാണ്. ഈ സംസ്ഥാനത്ത് അതിവേഗ പാത സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ഈ ശ്രീധരൻ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു, തന്നെ ഏൽപ്പിച്ചു എന്ന് പറയുന്നു. സംസ്ഥാനം RRT എന്ന് പറയുന്ന മറ്റൊരു പദ്ധതിയായി മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതെങ്ങനെയാണ് ആളുകളെ പറ്റിക്കാനുള്ള, വീണ്ടും ഒരു കേരളയിൽ പോലെ ആളുകളെ പറ്റിക്കാനുള്ള ഒരു പരിപാടിയാണോ? ഈ രണ്ട് പദ്ധതികളും നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് മെട്രോമാൻ ശ്രീധരൻ്റെ പുറകിൽ നമുക്കെല്ലാവർക്കും അറിയാം BJP ആണെന്ന്. അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ് വീണ്ടും RRT എന്ന് പറയുന്ന ഒരു പുതിയ ഹൈസ്പീഡ് ലൈനുമായിട്ട് വന്നിരിക്കുകയാണ്. ഇത് രണ്ടും തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ലാക്കോടുകൂടി വന്നിരിക്കുന്ന രണ്ട് പ്രപ്പോസലുകളാണ്. അപ്പോൾ ഇതിപ്പോൾ ശ്രീധരന് മാത്രമേ ഒറ്റയ്ക്കൊരു ലൈൻ ഒരു റെയിൽവേ ഹൈസ്പീഡ് ലൈൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല. സംസ്ഥാന ഗവൺമെൻറ്റിനും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇത് റെയിൽവേ മന്ത്രാലയവും അതുപോലൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും സംയുക്തമായി വിചാരിച്ചാൽ മാത്രമേ ഒരു ഹൈസ്പീഡ് ലൈൻ ഇവിടെ കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതിന് ഒരുപാട് കടമ്പകൾ കിടക്കണം. ഒന്ന്, സ്ഥലമേറ്റെടുപ്പ്; രണ്ട്, ഏത് പരിസ്ഥിതിയാഘാതം; മൂന്ന്, അതുമായി ബന്ധപ്പെട്ട മറ്റ് ചിലവുകൾ, സാമ്പത്തിക സ്രോതസ്, ആരാണ് ഇതിൻ്റെ ഫണ്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഒരുപാട് ചർച്ചകൾ നടന്നാൽ മാത്രമേ ഇത്തരമൊരു ലൈനിന് നമുക്ക് പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റും, ലൈനിൻ്റെ നടപടിയിലേക്ക് പോകാൻ പറ്റും. ഇത് സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്രവുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതുപോലെ പ്ലാനിംഗ് കമ്മീഷനും അതുപോലെയുള്ള കേന്ദ്ര ഗവൺമെൻറ് ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ടുള്ള ചർച്ചകൾ സംസ്ഥാന ഗവൺമെൻറ് നടത്തിയതായിട്ട് യാതൊരു വിവരവുമില്ല. അതുപോലെ തന്നെ ഇവിടെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിൽ നടത്തിയായിട്ട് നമുക്ക് ഓർമ്മയില്ല. ഈ ശ്രീധരനെ സൂപ്പർ ഗവൺമെൻറ് കളിക്കുകയാണ്. കാരണം നമ്മുടെ പൊന്നാനിയിൽ DMRCയുടെ ഒരു ഓഫീസ് അദ്ദേഹം ബോർഡൊക്കെ വെച്ച് വീടിൻ്റെ അടുത്ത് ആരംഭിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം മാധ്യമങ്ങളെ വിളിച്ചങ്ങ് പ്രഖ്യാപിക്കുന്നു, ഇങ്ങനെയാണ് ഇത്, ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെയാണ് പദ്ധതി എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ ശ്രീധരൻ ഒരു സൂപ്പർ ഗവൺമെൻറ് കളിക്കുകയാണോ? ഈ ശ്രീധരൻ ഇതിനു മുമ്പൊരു ലൈന് സർവേ നടത്തി ഒരു DPR ഉണ്ടാക്കി കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിരുന്നു. അതാണ് ചെങ്ങന്നൂർ പമ്പ എലിവേറ്റഡ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ചെങ്ങന്നൂരിൽ നിന്ന് പമ്പയിലേക്കുള്ള ഒരു ലൈനിൻ്റെ പ്രപ്പോസൽ വർഷങ്ങൾക്ക് മുമ്പ് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് BJP നേതാക്കൾക്കൊപ്പം കൊണ്ടുപോയി കൊടുത്തതാണ്. പക്ഷേ ആ ചെങ്ങന്നൂർ പമ്പ കേന്ദ്ര ഗവൺമെൻറ് ആ പ്രപ്പോസൽ വാങ്ങിച്ച് മേശപ്പുറത്ത് അല്ലെങ്കിൽ വെച്ചിരിക്കുന്നു എന്നതിനപ്പുറമായി ഇതുവരെയും ആ കാര്യത്തിൽ കാര്യമായ ഒരു തീരുമാനമെടുത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം 3-4 ബഡ്ജറ്റുകൾ കേന്ദ്ര ബഡ്ജറ്റ് കഴിഞ്ഞു. ആ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല. ചെങ്ങന്നൂർ പമ്പ നടക്കുമോ നടക്കില്ല എന്ന് പറയില്ല. സംസ്ഥാന ഗവൺമെൻറ് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ് മുന്നിൽ അങ്ങനെ ഒരു ലൈന് ഇല്ല. ചെങ്ങന്നൂർ പമ്പ സംസ്ഥാന ഗവൺമെൻറ് അംഗീകരിച്ച ഒരു പദ്ധതിയല്ലെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ MP-മാരുടെ യോഗത്തിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ശ്രീധരൻ പറയുന്നു, അങ്കമാലി ശബരി റെയിൽപാതയ്ക്കേക്കാൾ വളരെ വേഗത്തിൽ ശബരിമലയ്ക്ക് എത്താൻ പറ്റുന്ന ഒരു ലൈനാണ് ചെങ്ങന്നൂർ പമ്പ എലിവേറ്റഡ് കോറിഡോർ എന്ന് പറഞ്ഞു. പക്ഷേ അത് ഇതുവരെയും വെളിച്ചം കണ്ടില്ല. ഇപ്പോൾ മെട്രോമാൻ ശ്രീധരൻ ഒരു പുതിയ പദ്ധതിയുമായിട്ട് വന്നിരിക്കുകയാണ്. അത് എത്രത്തോളം വിശ്വാസ്യതയുള്ള പദ്ധതിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുമായി ബന്ധപ്പെട്ട് മെട്രോ ശ്രീധരനെ ആരാണ് ചുമതലപ്പെടുത്തിയത്, ഇങ്ങനെയൊരു ലൈനിൻ്റെ DPR ഉണ്ടാക്കാൻ ആരാണ് ചുമതലപ്പെടുത്തിയത്? കേന്ദ്ര ഗവൺമെൻറ്റാണോ, റെയിൽവേ മന്ത്രാലയമാണോ? ആരാണ് ചുമതലപ്പെടുത്തിയതെന്ന് ആർക്കും ഒരു പിടിയില്ല. അപ്പോൾ അങ്ങനെ മെട്രോ ശ്രീധരൻ ഒരു പ്രപ്പോസൽ ഒരു സുപ്രഭാതത്തിൽ പ്രഖ്യാപിക്കുന്നു, അതിൻ്റെ റൂട്ട് പറയുന്നു. BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യം അയാൾ നടപ്പിലാക്കുകയാണോ ശ്രീധരൻ? അങ്ങനെ ഒരു സംശയം എനിക്കുണ്ടോ? ശ്രീധരൻ എന്ന് പറയുന്നത് BJPയുടെ ആളാണല്ലോ. അദ്ദേഹം BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആളാണല്ലോ. അത് സ്വാഭാവികമായും കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് മെട്രോമാനെ മുൻനിർത്തി കേരളത്തിൽ ഹൈസ്പീഡ് റെയിൽവേ ലൈൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്നു. അതിന് മെട്രോമാൻ ചുമതലപ്പെടുത്തി, അല്ലെങ്കിൽ അദ്ദേഹം അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നു എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പദ്ധതിയാണിത്. പക്ഷേ ഇത്തരമൊരു പദ്ധതി നടപ്പാക്കണമെങ്കിൽ, അത് അങ്ങനെ ഒരു DPR തയ്യാറാക്കണമെങ്കിൽ, ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരുപാട് ചർച്ചകൾ നടക്കണം. സംസ്ഥാന ഗവൺമെൻറ് സ്ഥലം ഏറ്റെടുക്കേണ്ട സംസ്ഥാന ഗവൺമെൻറ്റാണ്. പിന്നെ പണം തരേണ്ടത് ഏത് ഏജൻസിയാണ്? കേന്ദ്ര ഗവൺമെൻറ്റാണോ, റെയിൽവേ മന്ത്രാലയമാണോ, അത് പുറത്തുള്ള ജെയ്ക്ക പോലുള്ള ഏജൻസികളാണോ? ഇതൊന്നും ചർച്ച ചെയ്യാതെ ഒരു ലൈൻ ഒരു സുപ്രഭാതത്തിൽ പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തോ ദുരൂഹതകളുണ്ടെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ.
എന്തായാലും ഇക്കാര്യം കേന്ദ്ര റെയിൽവേ മന്ത്രിയായിട്ടൊക്കെ സംസാരിക്കുമോ? കാരണം ഇതിങ്ങനെ പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ബഡ്ജറ്റ് ഞായറാഴ്ച വരാൻ പോവുകയാണ്. ആ ബഡ്ജറ്റ് ചർച്ച നടക്കുന്ന സമയത്ത് ഈ വിഷയം ഈ നമ്മുടെ ഈ ഹൈ സ്പീഡ് റെയിൽവേ ലൈനെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന പ്രപ്പോസലും അതുപോലെ മെട്രോമാൻ ശ്രീധരൻ കൊണ്ടുവന്നിരിക്കുന്ന പ്രസ്താവനയിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ, അതിനകത്ത് എന്തെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ഏതെങ്കിലും രീതിയിൽ ആ DPR പരിശോധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അനുവാദത്തോടു കൂടിയാണോ ഈ DPR ഉണ്ടാക്കിയതിനെക്കുറിച്ച് ഞങ്ങൾ തീർച്ചയായും പാർലമെന്റ് സമ്മേളനത്തിൽ ചോദിക്കുന്നതാണ്. എന്തായാലും ഈ DPR-ഉം അതിവേഗ റെയിൽവേ ഒക്കെ ഇലക്ഷൻ സ്റ്റണ്ട് എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് MP പറയുന്നത്. ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.